നമസ്കാരം. നാടിൻ്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തോസ്. ഇന്ന് ഈ കെടുകാര്യസ്ഥതയുടെ ഗുണം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സെറാമിക്സിൻ്റെതായിട്ടുള്ള കുണ്ട്ര പഞ്ചായത്തിൽ ഉള്ള ഒരു മൈനിൻ്റെ സ്ഥലമുണ്ട്. വർഷങ്ങളായിട്ട് വേറൊരു സ്വകാര്യ വ്യക്തിയും എടുത്ത് മൈൻ ചെയ്ത സ്ഥലമാണ്, സെറാമിക്സിൻ്റെ സ്ഥലമാണ്. പക്ഷെ അതിന് ചുറ്റും വലിയ മരങ്ങളും കുറ്റിക്കാടുകളുമാണ്. ഇത് കാലാകാലങ്ങൾ വെട്ടി തെളിക്കാത്തത് കൊണ്ട് തന്നെ ഈ കുറ്റിക്കാടിന് സാമൂഹ്യ വിരുദ്ധന്മാർ തീയിടുക, ഈ തീയിടുമ്പോഴത്തേക്ക് സിഗരറ്റ് വലിച്ചിട്ടൊക്കെ ആയിരിക്കുക ഇടുക. ഇത് കത്തിപ്പടരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത മറ്റ് ചുറ്റുപാടുമുള്ള വീട്ടുകാർക്കാണ്. ഇന്ന് അവിടെ 2 മണിക്ക് തീ പിടിക്കുമ്പോൾ ഫയർഫോഴ്സ് എത്തി, അവർ തീ അണച്ചിട്ട് പോയി. വീണ്ടും തീ വിടർന്നപ്പോൾ സംഭവിച്ച വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് സ്കൂൾ തലത്തിൽ കൃഷി നടത്തിയ വിദ്യാർത്ഥി കർഷകയുടെ അവാർഡ് നേടിയ കുട്ടിയുടെ കൃഷിയാണ് നശിച്ചത്. അവർ കൃഷിയിടത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് സെറ്റ് നശിച്ചുപോയി, അതിൽ കണക്ട് ചെയ്യുന്ന വയർ നശിച്ചുപോയി, വെള്ളം എത്തിക്കുന്ന പൈപ്പുകളും നശിച്ചുപോയി. ഇതൊരു വല്ലാത്ത ദുരന്തമാണ്. ഇത് ആരെയാണ് നമ്മൾ കുറ്റം പറയുക? അവിടെ മുഴുവൻ വേസ്റ്റാണ്. സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു താവളമാണ്. ആ പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല എന്ന അനാസ്ഥ കൂടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ആ വാർത്തയാണ് ഞങ്ങളിന്ന് പ്രധാനമായും കൊടുക്കുന്നത്. കുട്ടി കർഷകരുടെ രോദനം. നമുക്ക് നാട്ടുവട്ടം വാർത്തകൾ കാണാം. സിറാമിക്സ് മൈനിന് സമീപം തീ പടർന്നു, വിദ്യാർത്ഥി കർഷകരുടെ കൃഷി നശിച്ചു. കാഞ്ഞിരകോട് ആയിരവില്ലൻ ക്ഷേത്രത്തിന് സമീപം സിറാമിക്സിന്റെ ക്ലേ മൈനിന്റെ സമീപത്തെ കുറ്റിക്കാടിന് തീ പിടിച്ചു. ഇവിടെ നിന്ന് തീ തെറിച്ചു വീണ് കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ മികച്ച വിദ്യാർത്ഥി കർഷകർക്കുള്ള പുരസ്കാരം നേടിയ ചിന്മയുടെ കോവൽ കൃഷിയും പോളിഫാമിന്റെ മേൽക്കൂരയും ജലസേചനത്തിലുള്ള മോട്ടറും പൈപ്പും കേബിളുകളും കത്തി നശിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ആദ്യം തീ പിടിച്ചത്. കൊണ്ട്രയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിന് പിന്നാലെ വീണ്ടും തീ പടരുകയായിരുന്നു. ശങ്കരമംഗലത്ത് പ്രദീപിന്റെ മക്കളായ ചിന്മയും വരദയും ചെയ്യുന്ന കൃഷിയാണ് കത്തിയത്. ഇവരുടെ 1500 മൂട് വെണ്ട കൃഷിക്ക് നനയ്ക്കാൻ വെള്ളം എത്തിക്കുന്ന മോട്ടോറുകളും പൈപ്പും കേബിളുമാണ് കത്തിയത്. 2.5 മണിക്കൂർ നേരത്തെ ശ്രമഫലമായാണ് ഫയർഫോഴ്സ് തീ കെടുത്തിയത്. രണ്ടാമതും തീ പടരാൻ കാരണമായത് ഫയർഫോഴ്സിന്റെ അനാസ്ഥയാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഓമനക്കുട്ടൻപിള്ള ചൂണ്ടിക്കാട്ടിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റത്തിന് കാരണമായി. ഞങ്ങളുടെ മുളവന സെറാമിക്സിൻ്റെ സ്ഥലത്ത് ഒരു തീപിടുത്തം ഉണ്ടാവുകയും മാലിന്യങ്ങളെല്ലാം കിടന്ന് കൂടിയിട്ട് തീപിടുത്തം ഉണ്ടാവുകയും അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും കുണ്ട്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വരുന്ന വഴി തന്നെയായിരുന്നു സംഭവം. പിന്നെ അദ്ദേഹവും കൂടെ ഇതിന് നേതൃത്വം കൊടുക്കുകയും ഫയർഫോഴ്സ് വന്ന് തീ അണയ്ക്കുന്ന സമയത്ത് അവരോട് നമ്മൾ ആ തീ പൂർണ്ണമായി അണയ്ക്കും, കാരണം ഞങ്ങൾ ഇത് ഇവിടെ നിന്നും കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കുകയും ജലസേചനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. മോട്ടറെല്ലാം കത്തിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് സ്ഥലത്ത് തീയൊക്കെ അണച്ചു, പുകയുണ്ടായിരുന്നു. വീണ്ടും അവരോട് പറഞ്ഞു ഇത് വീണ്ടും ഇതായി പോകും, തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നറിയിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു പുകയെന്ന് തീ കയറി. അവർ അങ്ങോട്ട് വീണ്ടും തിരിച്ച് പോയതിന് പുറകെ വീണ്ടും വൻ തീപിടുത്തം ഉണ്ടാവുകയും എൻ്റെ പോളി ഹൗസിൻ്റെ മുകൾ ഭാഗം UV ഷീറ്റ് കുറച്ച് ഭാഗം കത്തി നശിക്കുകയും കോവൽ കൃഷിക്ക് നല്ല രീതിയിൽ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ എൻ്റെ ഏകദേശം 1500 മൂട് വെണ്ടയോളം അതിപ്പോൾ ജലസേചനം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കാരണം മോട്ടറും വയറും അതിൻ്റെ പൈപ്പുകളും എല്ലാം കത്തി നശിച്ച ഒരു രീതിയിലാണ്. അങ്ങനെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് ഫയർഫോഴ്സിൻ്റെ ചെറിയൊരു അനാസ്ഥ ഇതിനകത്തുണ്ട്. കാരണം അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അവർ തീ അണഞ്ഞു എന്നുള്ള രീതിയിലാണ് അവർ പോയത്. പക്ഷേ തീ വീണ്ടും ആളിപ്പടർന്ന് കയറുകയായിരുന്നു. അവർ പൂർണ്ണമായിട്ടും തീ അണഞ്ഞോ ഇല്ലയോ എന്ന് നോക്കാതെയാണ് അവർ തിരിച്ചു പോയിരിക്കുന്നത്. ഇത് കാരണം വളരെയധികം ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love.
golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. ലോകത്തിന്റെ നിയന്ത്രണം കോർപ്പറേറ്റ് കൈകളിൽ. NGO യൂണിയൻ. ട്രംപ് വീണ്ടും അധികാരത്തിൽ എത്തിയതോടെ ലോകം കോർപ്പറേറ്റുകളുടെ കൈകളിലാണെന്ന് NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AM സുഷമ NGO യൂണിയൻ കുണ്ടറ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഏരിയ പ്രസിഡന്റ് PS രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി S ഹരികുമാർ, ട്രഷറർ B വിനീഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് P മിനിമോൾ, ജോയിന്റ് സെക്രട്ടറി R രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി B വിനീഷ് കുമാർ പ്രസിഡന്റ്, PS രാജേഷ് സെക്രട്ടറി, A സബീന ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പോൾ ഇവിടെ പോലീസ് സംബന്ധിച്ചുള്ള അമേരിക്കയുടെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയാണ്, ആഗോള കോർപ്പറേറ്റ് ഭീമനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. അത്തരത്തിൽ ഒരുപാട് എന്താ പറയാ വമ്പിച്ച മുതൽ ആഗോള ഭീമൻ എന്ന് പറയുമ്പോൾ, കോർപ്പറേറ്റ് ഭീമൻ എന്ന് പറയുമ്പോൾ തൻ്റെ അധീനതയിൽ ഡ്രൈവർ ഇല്ലാത്ത കാർ, ടെസ്ല കാർ അടക്കം അതിന്റെ ഉടമയാണ്. ഇത് കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ് എലോൺ മസ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബഹിരാകാശ മേഖല മൊത്തം കൈയടക്കുന്ന സ്പേസ് എക്സ് കമ്പനി, സ്റ്റാർലിങ്സ് സാറ്റലൈറ്റ് ശൃംഖലയുടെ ഉടമസ്ഥൻ കൂടിയാണ്. അപ്പോൾ ഭൂമിയിൽ മാത്രമല്ല ബഹിരാകാശത്തും തൻ്റെ അധീനത എവിടെയെല്ലാം ഉറപ്പിക്കാൻ പറ്റുമോ അവിടെയൊക്കെ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ആഗോള കോർപ്പറേറ്റ് ഭീമന്റെ കരങ്ങളിലാണ് ലോകം ഇന്ന് എന്നുള്ളത് ഇടത്തേക്ക് അവസ്ഥ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം. അതുപോലെ തന്നെ അത്തരം തീരുമാനങ്ങളാണ് ട്രംപ് അമേരിക്കയിൽ. ഇയാൾ എന്ത് തീരുമാനിക്കുന്നോ, മസ്ക് എന്ത് തീരുമാനിക്കുന്നോ അത്തരം തീരുമാനങ്ങളാണ് അമേരിക്കയിൽ നടപ്പിലാക്കാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. ഉപജീവകം സംരംഭം ആരംഭിച്ചു. ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയായ ഉപജീവകത്തിന്റെ ഭാഗമായ ഫോർലുക്ക് മേക്ക് ഓവർ സ്റ്റുഡിയോ എന്ന സ്ഥാപനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉദ്ഘാടനം ചെയ്തു. പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. വ്യവസായ ഓഫീസർ വീണ പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം B ജയന്തി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B ദിനേശ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, ബ്ലോക്ക് വികസന സമിതി ചെയർപേഴ്സൺ ഉഷാദേവി, ആരോഗ്യ സമിതി ചെയർപേഴ്സൺ വിജീന്ദ്രലേഖ, ബ്ലോക്ക് സെക്രട്ടറി ജോർജ് അലോഷ്യസ്, കുണ്ടറ യൂണിയൻ ബാങ്ക് മാനേജർ അമിത്, ബ്ലോക്ക് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. SPC പാസിംഗ് ഔട്ട്. പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം B ജയന്തി ഉദ്ഘാടനം ചെയ്തു. കുണ്ടറ SHO P രാജേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ട്രെയിനിംഗ് ഓഫീസർ റിട്ടയർഡ് SI ഡാനിയൽ, PTA പ്രസിഡന്റ് മഠത്തിൽ സുനിൽ, SMC ചെയർമാൻ സുനിൽ കുമാർ, പ്രിൻസിപ്പൽ ബിന്ദു എന്നിവർ പങ്കെടുത്തു. കുണ്ടറ ഇരട്ട കൊലപാതക കേസ് തെളിയിച്ച SHO V അനിൽകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. ഇന്ന് ഒരു മുതിർന്ന SPCയുടെ കേഡറ്റുകളായിട്ട് ഇന്ന് നമ്മുടെ കേരളം മാറുമ്പോൾ ഈ കേരളത്തിൻ്റെ SPCയെ മാതൃകയാക്കിക്കൊണ്ട്
നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യയിലാകമാനം സ്കൂളുകളിൽ അവിടുന്ന് ആളുകൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും ഗവൺമെന്റും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലേക്ക് വരികയും ഇതിന്റെ പ്രവർത്തനത്തെ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള SPC സംവിധാനങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ശ്രീ അനിൽകുമാർ സാറിനുള്ള ഉപഹാരവും പൊന്നാടയടിയിച്ച് ആദരവൂടെ അറിയിക്കുന്നു. കട്ടിൽ വിതരണം ചെയ്തു. പേരയം പഞ്ചായത്ത് ജനകീയ ആസൂത്രണ വാർഷിക പദ്ധതിയുടെ ഭാഗമായി വയോജനങ്ങൾ കട്ടിൽ വിതരണ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വികസന സമിതി അധ്യക്ഷൻ ബി സ്റ്റഫോർഡ്, ക്ഷേമ സമിതി അധ്യക്ഷ N ഷേർലി, ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ വിനോദ് പാപ്പച്ചൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആലി ഷാജി, P രമേശ് കുമാർ, ICDS സൂപ്പർവൈസർ മേരി ലത എന്നിവർ സംസാരിച്ചു. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള 14 ഹ്രസ്വചിത്രങ്ങൾ നിങ്ങളുടെ കൺമുന്നിലുണ്ട്. ആ സിനിമകളെല്ലാം നിങ്ങൾ കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. 6 മുതൽ ഗർഭപാത്രം വരെയുള്ള സിനിമകളാണ് ഞങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്. വ്യത്യസ്ത പ്രമേയങ്ങൾ. ഇതിൽ ഞങ്ങളുടെ സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുള്ള സാധാരണക്കാരാണ്. അതിലെ അഭിനേതാക്കളും അത് തന്നെ. പല സിനിമകളും കാണുമ്പോൾ ഇത് ഞാനാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് തികച്ചും ഞങ്ങൾ കഥാതന്തു തിരഞ്ഞെടുക്കുന്നത് ചുറ്റുമുള്ള മനുഷ്യരുടെ അനുഭവങ്ങളിൽ നിന്നാണ്, ഞങ്ങൾ കാണുന്ന മനുഷ്യരുടെ സ്വഭാവങ്ങളിൽ നിന്നാണ്, ഞങ്ങൾക്കടുത്തറിയാവുന്ന വ്യക്തികളുടെ സ്വഭാവങ്ങളാണ് ഞങ്ങൾ അതിൽ പകർത്തുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ നിങ്ങളാണോ എന്ന് സംശയിച്ചാൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങളുണ്ടാകാം. നിങ്ങൾക്കും അത് അനുഭവപ്പെടാം. നിങ്ങളുടെ അനുഭവമാണ് ഞങ്ങളുടെ സിനിമകളെ തീർച്ചയായിട്ടും യാഥാർത്ഥ്യ ബോധമുള്ളതാക്കുന്നത്. ഞങ്ങളുടെ 15ാമത്തെ സിനിമ സ്വാഹ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 28-നാണ് അതിൻ്റെ റിലീസ് ഉള്ളത്. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ നിങ്ങളെ പിറകെ അറിയിക്കും. ഇനി എല്ലാ മാസവും ഓരോ ഹ്രസ്വചിത്രം എന്ന ഞങ്ങളുടെ 2ാം എഡിഷനിലെ ആഗ്രഹത്തിലേക്ക് ഞങ്ങൾ പ്രയാണം തുടരുകയാണ്. പുതിയ ചിത്രങ്ങളിലേക്കൊക്കെ ഞങ്ങൾക്ക് അഭിനേതാക്കളെ ആവശ്യമുണ്ട്. സ്ത്രീകളും കുട്ടികളും യുവാക്കളുമായവരെയാണ് കൂടുതലായി ആവശ്യമുള്ളത്. പുതിയ താരങ്ങളെയാണ് ഞങ്ങൾ തേടുന്നത്. അഭിനയിക്കാൻ താല്പര്യമുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ താല്പര്യം ഞങ്ങളെ അറിയിക്കാം. നിങ്ങളുടെ സമയമാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളവർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 94 47 11 99 80 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വിശദാംശങ്ങൾ വാട്സപ്പ് ചെയ്യുക. തീർച്ചയായും ഞങ്ങൾ ബന്ധപ്പെടുന്നതായിരിക്കും. നാട്ടുവട്ടം വാർത്തകൾ ഇതിവിടെ സമാപിക്കുന്നു. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.